എന്താണ് ഹിജാമ? അതുപോലെ ഹിജാമ ഏത് അസുഖത്തിനാണ് ഹിജാമ ചെയ്യേണ്ടത്? അതുപോലെ അതിനോടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹിജാമ എന്നുള്ള പ്രൊസീജിയർ നമ്മുടെ ശരീരത്തിലെ പല പോയിന്റുകളിൽ നിന്നായി പല ഏരിയകളിൽ നിന്നായിട്ട് പെർട്ടിക്കുലർ ആയിട്ട് ഒരു നെഗറ്റീവ് വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ ഇൻസിഷൻ ഇട്ട് കുറച്ച് ബ്ലഡ് ലെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഔട്ട് ചെയ്യുന്നതിനാണ് ഹിജാമ എന്ന് പറയുന്നത്. ഹിജാമ യുനാനി മെഡിസിനിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റെജിമെന്റൽ തെറാപ്പിയാണ് ഹിജാമ എന്നുള്ളത്. ഒരു ക്വാളിഫൈഡ് യുനാനി ഡോക്ടർ മാത്രമാണ് ശരിക്കും ഹിജാമ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഹിജാമ ചെയ്യുന്നുണ്ട്, നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആളുകളും ഹിജാമ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ് ശരിക്കും 2023 എസ്റ്റാബ്ലിഷ്മെന്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് പ്രകാരം അതിൽ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു ക്വാളിഫൈഡ് യുനാനി ഡോക്ടർ മാത്രമേ ഹിജാമ ചെയ്യാവൂ. അവർ ആണ് അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ. അത് നിയമം പോലും നിലവിൽ വന്നിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഫൈനും ജയിലടക്കമുണ്ട്. അതിന്റെ നിയമം അങ്ങനെയാണ്. ഇനി അത് പോട്ടെ, ഹിജാമ എന്നുള്ള ചില ആളുകൾക്ക് കപ്പിങ്ങും ഹിജാമയും ഒന്നാണോ എന്നുള്ള സംശയമൊക്കെയാണ്. കപ്പിംഗ് ശരിക്കും ഹിജാമ നമ്മൾ ഇതിന് 2 ടൈപ്സ് ആയിട്ട് പറയാറുണ്ട്. അതിന് ഒരു ഡ്രൈ കപ്പിംഗ് ആയിട്ടും വെറ്റ് കപ്പിംഗ് ആയിട്ടും. ഡ്രൈ കപ്പിങ്ങിനാണ് നമ്മൾ കപ്പിംഗ് അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയാം. വെറ്റ് കപ്പിംഗ് ആകുമ്പോൾ അതിനാണ് ഹിജാമ എന്ന് പറയാം. അതായത് വെറ്റ് കപ്പിങ്ങിൽ മാത്രമേ ബ്ലഡ് എടുക്കുന്ന പ്രൊസീജിയർ ഉള്ളൂ. ഇപ്പം നമ്മൾ ഹിജാമ എന്ന് പറയുന്നതിനെ ആ ബ്ലഡ് എടുക്കുന്ന പ്രൊസീജിയർ ആയിട്ടാണ് കാണുക. ഡ്രൈ കപ്പിംഗ് ആകുമ്പോൾ അതിന് കപ്പിംഗ് തെറാപ്പി എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ വേദന കടച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കപ്പ് വെച്ചിട്ടത് നെഗറ്റീവ് വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്ത് അവിടെ മസിൽസിന് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മസാജ് ചെയ്യുന്നത്, വലിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനൊന്ന് ഫ്ലാഷ് കപ്പ് ചെയ്യുന്നതിനെ പറയുന്നതാണ് സംഭവം. ഈ മോഡേൺ മെഡിസിൻ ഒക്കെ ഇപ്പൊ ഹിജാമനല്ലോ എതിർക്കുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്തായിരിക്കും? പല കാരണങ്ങളാണ് അങ്ങനെ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളിതൊരു ശാസ്ത്രീയമായ ഒരു പ്രൊസീജിയർ ആണെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു സംഭവമാണ് ഹിജാമ. ശാസ്ത്രീയമല്ല, തീർത്തും അശാസ്ത്രീയമാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് പ്രൂഫോ അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഒന്നും ഹിജാമക്ക് ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നത്. അവരുടെ പക്ഷത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് താനും. അങ്ങനെയാണ് സംഭവം. പിന്നെ ഹിജാമയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ശരീരത്തിൽ നിന്ന് എന്തൊക്കെ ടോക്സിക് ബ്ലഡ് എടുത്ത് ഒഴിവാക്കുകയാണ്, എന്തൊക്കെ വിഷാംശം പുറത്ത് തള്ളുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവാണ്. അങ്ങനെ ഒരു ടോക്സിക് ബ്ലഡ് ഉണ്ടോ ആളുകൾക്ക്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർ ഇത് ഹിജാമ ചെയ്തിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ടോക്സിക് ബ്ലഡ് എടുത്ത് ഒഴിവായി കൊണ്ട് നിൽക്കുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ആൾക്ക് അറിയില്ല. ശരിക്കും ഹിജാമ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ ശരിക്കും നല്ലൊരു സ്റ്റെറൈൽ കണ്ടീഷനിൽ നമ്മളൊരു സർജിക്കൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഒരു സർജിക്കൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് വളരെ സ്റ്റെറൈലായിട്ട് ഏരിയ നന്നായിട്ട് ബെറ്റാഡിയം വെച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അത്രയും വളരെ ക്ലീൻ ചെയ്ത് ഹൈജീനിക് ആയിട്ട് ചെയ്യണം. ചില ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ഇത് ഹിജാമ ചെയ്ത് കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. പല രോഗികൾക്ക് ഉപയോഗിച്ച് കപ്പനെ കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടൊക്കെ വേറെ ആൾക്ക് ഉപയോഗിക്കും. വളരെ അപകടം നിറഞ്ഞ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപയോഗിച്ച് ഒരിക്കലും അല്ല. ഇത് വൺ ടൈം യൂസ്, സിംഗിൾ യൂസ് ആയിരിക്കണം. അത് സ്റ്റെറൈൽ കണ്ടീഷനിൽ മാത്രം യൂസ് ചെയ്യേണ്ട സംഭവമാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള HIV, HBsAg ഒക്കെ ഉള്ള അസുഖങ്ങളുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറൽ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ അതുള്ള ആളുകളുടെ അസുഖം നമുക്കും അല്ലെങ്കിൽ പിന്നീട് ചെയ്ത ആൾക്കും പരക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും അത് അനുവദിക്കപ്പെട്ട സംഭവമല്ല, ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ നാട്ടിലിറങ്ങി ഹിജാമ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ആരും ചെയ്യുന്ന ഒരു തെറാപ്പി ആയിട്ടും ആ രീതിയിലൊക്കെ തന്നെ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അപകടം നിറഞ്ഞ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നു. അപ്പം പിന്നെ നാട്ടിലൊക്കെ ഈ അക്യൂപങ്ക്ചറുകാർ ഹിജാമ ചെയ്യുന്നത് കൊണ്ട് ഇതെന്തോ അക്യൂപങ്ക്ചറിന്റെ ഭാഗമായിട്ട് തെറാപ്പി ആയിട്ടൊക്കെയാണ് അതിനെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും അത് അവരൊക്കെ ചെയ്യുന്നത് വളരെ ഇല്ലീഗലാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു കേസായി കഴിഞ്ഞാലൊക്കെ അവർക്ക് വലിയ പ്രശ്നം വരും. സ്ഥാപനം തന്നെ പൂട്ടി പോകണം. കാരണം നിയമപരമായിട്ട് അവർക്ക് ഹിജാമ ചെയ്യുന്നുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അവർക്ക് ഹിജാമ ചെയ്യാനുള്ള ഒരു അനുവാദവും ഇല്ല ഈ ഒരു വിഷയത്തിൽ. അപ്പം അതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഈ ഹിജാമന്റെ ചികിത്സയിലെ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം അട്ട ഘടിപ്പിച്ചിട്ട് രക്തം ഒഴിവാക്കുന്നത്, കേടുന്ന രക്തമൊക്കെ അട്ടനോണ്ട് ഘടിപ്പിച്ചിട്ട് ഒഴിവാക്കുന്നത്, ഇതേപോലെ തന്നെയാണോ ഹിജാമ ചെയ്യുമ്പോഴും? ഹിജാമ ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് ചില മിനിമൽ ഇൻവേസീവ് എന്ന് പറയാം. ഇൻവേസീവ് അല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്കാർ പോലും വരാത്ത രീതിയിൽ വളരെ ചെറിയ ഇൻസിഷൻ ഇടുക ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു കപ്പ് വെച്ച് നെഗറ്റീവ് വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിലെ കാപ്പിലറി ബ്ലഡ് വെസൽസ് നിന്ന് അല്ലെങ്കിൽ കാപ്പിലറി ബ്ലഡ് ഫ്ലോ ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം കുറച്ച് ബ്ലഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ബ്ലഡ് എടുക്കുന്നുള്ളൂ. നല്ല ആക്റ്റീവായിട്ടുള്ള ഫിസിക്കലി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള നല്ല രക്തമുള്ള ആളുകൾ കുറച്ചും കൂടി രക്തം കൂടുതൽ പോരാനുള്ള നല്ല രക്തം പോരൂലേ? ഇല്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരുപാട് രക്തം എടുത്ത് ഹൈപ്പോവോളീമിക് ഷോക്കിലോട്ട് പോയ ആൾ ബോധം കെട്ട് വിടുന്ന അവസ്ഥ ഒന്നും ഹിജാമ കൊണ്ട് ഉണ്ടാവില്ല. അത്രയും മിനിമലായിട്ടുള്ള മാക്സിമം ഒരു 70 to 80 അല്ലെങ്കിൽ ഒരു 100 ml ബ്ലഡ് ഒരു ഹിജാമെന്ന് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾക്ക് ഈ ഹൈപ്പോവോളീമിക് ഷോക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹിജാമ ചെയ്യാൻ. അപ്പോൾ ഹിജാമ ഏത് രോഗത്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഹിജാമ ഏത് രോഗത്തിന് ചെയ്യുന്നു എന്നതിലുപരി ആർക്കൊക്കെ ഹിജാമ ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്.
ഹിജാമ ആളുകൾ സുന്നത്തായിട്ടും ചെയ്യുന്നുണ്ട്. ആ, കാരണം ഇസ്ലാമികപരമായിട്ട് മതപരമായിട്ട്. മതപരമായിട്ട് ഹിജാമ സുന്നത്താക്കപ്പെട്ട സംഭവമാണ്. ഹദീസുകളൊക്കെ കാണാം. അപ്പോൾ ആളുകൾ അങ്ങനെ തന്നെ നമ്മളെ ക്ലിനിക്കിൽ ഒപിയിലൊക്കെ വന്നിട്ട് ഹിജാമ ചെയ്യും. അപ്പം ഹിജാമ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. അതങ്ങനെ എല്ലാവർക്കും ഹിജാമ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അത് പറ്റാത്ത ആൾക്കാരൊക്കെ. യെസ്, അതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഒപിയിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്ക് തന്നെ ഹിജാമ ആവശ്യപ്പെട്ട് വന്നാൽ നമ്മൾ എല്ലാവർക്കും ഹിജാമ ചെയ്യാറില്ല. അവർക്ക് അനീമിക് ആണോ, അവർക്ക് രക്തം കുറവാണോ, ചിലപ്പം വളരെ കൂടുതൽ അനീമിയ ആയിട്ടുള്ള രക്തം കുറവുള്ള ഒരാൾക്ക് ഹിജാമ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ എക്കോസ്പ്രിൻ പോലത്തെ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഒരുപാട് കാലമായിട്ട് കഴിക്കുന്നവർക്ക് ഹിജാമ ചെയ്യാൻ പറ്റില്ല. BP നല്ലോണം കൂടി കൺട്രോൾ ഇല്ലാത്ത ആളുകൾ, മെന്റലി സ്റ്റേബിൾ അല്ലാത്ത, ഒരുപാട് ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കാട്രിക് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ഹിജാമ ചെയ്യാറില്ല, അവിടെ പോയി പറ്റില്ല എന്ന് പറയും. ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇത്തരം അതായത് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ചില ആളുകൾക്ക് നമുക്ക് അവരുടെ ക്ലോട്ടിംഗ് ടൈമും ബ്ലീഡിംഗ് ടൈം CT BT എന്നൊക്കെ ചെയ്യേണ്ടി വരും. അത്തരം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹിജാമ ചെയ്യുക. അല്ലെങ്കിൽ നേരെ ഓടിപ്പോയി എന്നോട് കിടന്നോളൂ ഹിജാമ ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനല്ല. വളരെ ചെറിയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു 70 അല്ലെങ്കിൽ അത്ര ഹെൽത്തി അല്ലാത്ത 60 കഴിഞ്ഞ ആളുകൾക്കും നമ്മൾ ഹിജാമ ചെയ്യൂല. അതുപോലെ തന്നെ ഗർഭിണികൾക്കും നമ്മൾ ഹിജാമ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഹിജാമ ചെയ്യാൻ പാടില്ല. ഇനി ഹിജാമ ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പല കണ്ടീഷൻസിലും ഇപ്പോൾ കൊളസ്ട്രോൾ കൂടിയ ചില ആളുകൾക്ക് HB ഹീമോഗ്ലോബിൻ 17-നും 18-നും മുകളിൽ പോയിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അത്തരം രക്തം കൂടിയ കണ്ടീഷനിൽ രക്തം ഒഴിവാക്കാൻ ഹിജാമ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ പിന്നെ മറ്റ് എന്തെങ്കിലും ജോയിന്റ് പെയിന് പെട്ടെന്നുണ്ടായിട്ടുള്ള സ്ട്രീനസ് ആയിട്ടുള്ള വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുണ്ടാകുന്ന നടുവിനുണ്ടാകുന്ന വേദനയൊക്കെ ഒറ്റ ഹിജാമ തന്നെ പൂർണ്ണമായിട്ട് മാറും. ചില ആളുകൾക്ക് നമ്മൾ 10-15 വർഷമായിട്ടുള്ള ബാക്ക് പെയിൻ 1-2 വട്ടം ഹിജാമ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിജാമ കൊണ്ട് ആ ഭാഗത്തുള്ള ലോക്കൽ ഇൻഫ്ലമേഷൻ കുറയുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹിജാമ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു മാറ്റം അവിടെ കിട്ടുന്നുണ്ട്. ഇനി മോഡേൺ സയൻസിൽ ഇതിനെ എത്രത്തോളം എതിർക്കുകയും ഇത്രത്തോളം ജേർണലുകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നിട്ടും ഹിജാമനെ കൂടുതൽ ആളുകൾ അത് സ്വീകരിക്കുകയും അത് അത്രത്തോളം പിന്നെ പ്രചാരത്തിൽ വരാനുള്ള കാരണം ലോകത്താകമാനം ഈവൻ അറേബ്യൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ലോകത്തുള്ള സ്പോർട്സ് അത്ലറ്റുകളടക്കം എല്ലാവരും ഹിജാമ ചെയ്യുന്നവരാണ്. അങ്ങനെ ഇത് ലോകത്താകമാനം ഇത് ഇത്ര പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഫിസിക്കൽ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ജാക്കി ജാനൊക്കെ കപ്പിംഗ് തെറാപ്പി ചെയ്യുന്നുണ്ട്. ഒരുപാട് മൈക്കൽ ഫെലിപ്സ് ആവട്ടെ, നമ്മളെ ഫുട്ബോൾ പ്ലേയേഴ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ, പല ആളുകളുടെയും മെസ്സി ആവട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ഈ കപ്പിംഗ് തെറാപ്പി ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെ നമുക്കിങ്ങനെ ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ കാണാം. അവരൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും ആളുകൾ ചെയ്യുന്ന അതിനൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഡയറക്ട്ലി ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ലോണം യൂറിക് ആസിഡ് കൂടിയുള്ള ഒരാൾക്ക് ഹിജാമ ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ്. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടിയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ഒരാൾക്ക് ഹിജാമ ചെയ്താൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്രയും അതിന് ഇഫക്റ്റ് ഉണ്ട്. എങ്ങനെ അത് ആക്ട് ചെയ്യുന്നു, ഒരു പേപ്പർ പ്രസൻറ്റേഷൻ വെച്ച് ഇത് ഇന്ന സംഭവം ചെയ്തിട്ട് ഇങ്ങനെ കുറയുന്നു എന്ന് ഹിജാമ ഒരു എവിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ജേർണലുകൾ ഗൂഗിൾ നോക്കിയാൽ കിട്ടും. ഇതെങ്ങനെയാണ് ഓരോ രോഗത്തിനും അസുഖങ്ങൾക്കും ഹിജാമ ആക്ട് ചെയ്യുന്നുള്ള ഒരുപാട് ജേർണലുകൾ പിന്നെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഒരുപാട് പ്രസൻറ്റേഷൻസ് ഉണ്ട്. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഹിജാമ ആക്ട് ചെയ്തതുള്ളത്. അപ്പോൾ അത്രത്തോളം ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് ഉണ്ട്, ചരിത്രങ്ങളുണ്ട്. അതൊക്കെ നോക്കി പഠിക്കാൻ തയ്യാറായാൽ ആർക്കായാലും അത് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ലോകത്താകമാനം ഹിജാമ ഇത്രത്തോളം സ്വീകാര്യമായ ഒരു തെറാപ്പിയായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഹിജാമൊക്കെ ഇപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ബാക്കിയുള്ള ഓരോ ചികിത്സക്കും ഇപ്പോൾ ഏത് ചികിത്സ നോക്കിയാലും അതിന് എഫക്റ്റ് ഉണ്ടാവും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഹിജാമൊക്കെ അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജാമ ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാതിരിക്കാം, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹിജാമ ആവശ്യപ്പെട്ടൊരു പേഷ്യൻ്റ് നമ്മളടുത്ത് വന്നാൽ ഓക്കെ ഹിജാമ ചെയ്യാമെന്നില്ല. അവർക്ക് അവരെ BP നോക്കണം, അവർക്ക് അവരെ ഹിസ്റ്ററി ചോദിക്കണം, എന്തൊക്കെ കണ്ടീഷൻസിന് അവർ മരുന്ന് കുടിക്കുന്നുണ്ട്. ചില ആളുകൾ PTC അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇട്ട് അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷനുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രോണിക് ഹിസ്റ്ററി ഉള്ള ഒരുപാട് കാലമായിട്ട് പല അസുഖങ്ങൾക്കും മരുന്ന് കുടിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ട് അവർക്ക് ചെയ്യാനേ പാടില്ല. അത് റിസ്ക്കാണ്. അങ്ങനെ എല്ലാവർക്കും ഹിജാമ ചെയ്യൂല. ആ റിസ്ക് നോക്കി അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ഹിജാമ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഹിജാമ ചെയ്യാം. ഒരു റെജുവിനേഷനായിട്ട് ഒരു വെൽനെസ് ആയിട്ട് ഹിജാമ വളരെ ഇഫക്റ്റീവാണ്. മെൻ്റൽ സ്ട്രെസ് ഉള്ള ആളുകൾ അവർക്ക് ഹിജാമ ചെയ്ത് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ് കുറയും, ഭയങ്കരമായിട്ട് ഒരു റിലീസ്ഡ് ആവും ആ കണ്ടീഷനൊക്കെ. അപ്പം ഒരു വട്ടം ഹിജാമ ചെയ്ത ആൾ ഒരു പീരിയോഡിക്കലായിട്ട് ഒരു 6 months കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇടക്ക് വന്നിട്ട് ചെയ്തു പോകും. എൻ്റെ അടുത്ത് OPയിലൊക്കെ ഏറ്റവും കൂടുതൽ ബിസിനസ് പേഴ്സൺസ് തിരക്കിട്ട് ഭയങ്കര തിരക്കുള്ള ഈവൻ ഒരു എക്സസൈസ് ചെയ്യാൻ പോലും സമയമില്ലാത്ത ആളുകൾക്ക് ഇടക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു മസാജ്, ഒരു വെൽനസ് റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് പോലെ ഒരു സ്റ്റീം ബാത്ത്, അതിനോട് കൂടെ ഹിജാമ, ഇങ്ങനെ അത് സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഭയങ്കര ഇഫക്റ്റാണ്. അതുകൊണ്ടാണല്ലോ അവർ പിന്നെയും പിന്നെ വരാനുള്ള കാരണം. അത്രയും ബോഡി റിലീസ്ഡ് ആവും, ഭയങ്കര റിലാക്സേഷൻ ഫീലിംഗ് കിട്ടും. പിന്നെ ഒരു വട്ടം വന്നാൽ വീണ്ടും ചെയ്യണം തോന്നും. അത് നമ്മളൊക്കെ ഒരു വട്ടം ചെയ്താൽ പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സാധാരണ ഒരു വട്ടം ചെയ്താൽ വൺസ് ഇൻ ഒരു 4 to 6 മന്തിൽ ഒരു വട്ടം ഹിജാമ ചെയ്യുന്നത് ഭയങ്കര ഇഫക്റ്റാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും ആളുകൾ. ഒരു വട്ടം ചെയ്ത ആൾ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യും. ഈവൻ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക പോയിന്റുകൾ നമ്മൾ ഹിജാമ ചെയ്യും. പിന്നെ സോറിയാസിസ് ഉള്ള കണ്ടീഷൻ, എല്ലാ സോറിയാസിസിനല്ല, ചില പ്രത്യേക സോറിയാസിസിൽ മറ്റ് ചില സ്കിൻ കണ്ടീഷൻസിലൊക്കെ ഹിജാമ ഇഫക്റ്റീവാണ്. എല്ലാ സ്കിൻ കണ്ടീഷനിലും ഹിജാമ ഇഫക്റ്റീവ് അല്ല, അതും കൂടി ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹിജാമ ചെയ്യാമെന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഇല്ല.